ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ എൻ്റെ ഒരു വൈകുന്നേരം വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കാടമുട്ട പുഴുങ്ങാണ്. അത് മക്കൾ കളി കഴിഞ്ഞ് വരുമ്പോൾ കൊടുക്കാനാണ് കേട്ടോ. സ്കൂൾ വിട്ട് വന്നാൽ വേഗം കളിക്കാനും കൊടുക്കും. പിന്നെ കളി കഴിഞ്ഞ് വരുമ്പോഴാണ് ഭയങ്കര ക്ഷീണവും വിശപ്പൊക്കെ. അപ്പോൾ വരുമ്പോഴേക്കാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുക കേട്ടോ. പിന്നെ രാഗി അരച്ചിട്ട് കുറുക്കുണ്ടാക്കണമുണ്ട്. ഇത് വലിയവർക്കും ചെറുവർക്കും ഒക്കെ കഴിക്കട്ടെ, എപ്പോൾ ആണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണല്ലോ രാഗി. അപ്പം അതുകൊണ്ട് രാഗി ഞാൻ എപ്പോഴും കൊടുക്കാറുണ്ട്. പിന്നെ ശർക്കര ഇട്ടിട്ടാണ് കുറുക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോഴേക്ക് കാടമുട്ട വെന്തിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ വിട്ട് വന്നാൽ വെറും ചായയും പിന്നെ എന്തെങ്കിലും ബേക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കലുള്ളൂ. പിന്നെ അതിന് ശേഷം വേഗം കളിക്കാൻ പോകും. കളി കഴിഞ്ഞിട്ട് മഗ്‌രിബാവും വരാൻ. ആ സമയത്തേക്കാണ് ഞാനിതൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ. പിന്നെ ദോശക്കുള്ള അരി അരച്ച് വെക്കണം. ഇത് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. കുറച്ച് ചോറും ഉപ്പും എല്ലാം ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കോറ ഇവിടെ കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കി കൊടുത്തു. അതിന് ശേഷം അരി അരക്കുകയാണ് കേട്ടോ. ഈ മിക്സിയും കറണ്ട് അടുപ്പും കൂടി ഒരുമിച്ച് ഓണാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ നമ്മുടെ വയറിങ്ങനെ അന്നാൾ. അപ്പോൾ അതുകൊണ്ട് കറണ്ട് അടുപ്പ് ഓഫാക്കിയതിന് ശേഷമാണ് മിക്സി ഓണാക്കുന്നത്. ഇതിപ്പോൾ അരച്ചത് ഞാൻ കുക്കറിലാക്കിയിട്ടുണ്ട്. അത് നല്ലോണം നേരെ അടച്ച് വെച്ചിട്ട് ഇനി രാവിലെ തുറക്കുള്ളൂ. ഉപ്പൊക്കെ അതിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം രാവിലേക്ക് നല്ലോണം അരച്ച് വരും. ഇനി കുറച്ച് പുളിഞ്ഞ വെള്ളത്തിട്ടൊക്കെ ഉണ്ട്. ഇത് കറി ഉണ്ടാക്കാനാട്ടോ. ഇന്ന് ഉച്ചക്ക് നേരത്തെ കറി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ രാത്രി എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഉണ്ടല്ലോ രാത്രി ഇവല് മുടി വെട്ടാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ മുടി വെട്ടണ സ്ഥലത്ത് ബാർബർ ഷോപ്പിൽ തിരക്കുണ്ടായിരുന്നു. ഒരു ബാർബറെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി മുടി വെട്ടിക്കഴിയുമ്പോഴത്തേനും സമയം ഒരുപാടാവും. അപ്പോൾ നിങ്ങൾ കുറച്ച് ഇങ്ങനെ പോയിട്ടോ. അപ്പോൾ ചെറുപ്പശ്ശേരി എത്തിയപ്പോൾ പ്രകടനം കണ്ടു. എന്തിൻ്റെ ആണെന്നൊന്നും അറിയില്ല. പോലീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം അങ്ങനെ പോയിട്ടും ചെറുപ്പശ്ശേരിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ പോയി. മുടിവെട്ട് നാളേക്ക് ആക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പോയതാണ് കേട്ടോ. പിന്നെ അവിടുത്തെ ഒരു പമ്പിൽ കയറി എണ്ണ അടിച്ചിട്ട് തിരിച്ചു പോകണം കേട്ടോ. തിരിച്ചു പോരുന്ന വഴിക്കാണ് ഞങ്ങൾ അറേബ്യൻ മജ്‌ലിസ് കണ്ടത്. അപ്പോൾ അവിടുന്ന് ഫുഡ് വാങ്ങിയിട്ട് പോരാന്ന് വിചാരിച്ചു കേട്ടോ. ഏതായാലും ചോറ് വെക്കണം, കറി വെക്കണം, അപ്പോൾ എല്ലാ പണികളും കൂടി രാത്രി ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട് ഫുഡ് പാർസലാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മേടിക്കാൻ വന്നതാട്ടോ. മന്തി റൈസും ചിക്കൻ എന്താ പറയുക ഷവായ ഉണ്ടല്ലോ, അതും മേടിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാത്രി അതൊക്കെ കഴിച്ച് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഇത്. രാവിലെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ മാവൊക്കെ നല്ലോണം നിറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 പേര് ദോശ പറഞ്ഞപ്പോൾ ദോശ ചെറിയ ദോശയാണ് തായത്. എൻ്റെ മക്കൾക്ക് അപ്പായാലും ദോശയായാലും ഏതായാലും 2 or 3 അതിൽ കൂടുതൽ തിന്നൂല കേട്ടോ. അങ്ങനെയാണ് കണക്ക്. അപ്പോൾ 2 കയ്യിൽ പറഞ്ഞപ്പോൾ ചെറിയ ദോശയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഏതായാലും എണ്ണം നോക്കിയിട്ടാണ് ഒരു കഴിക്കുക, വലിപ്പമൊന്നും നോക്കൂല. അപ്പം ഞാൻ കുറച്ചും കൂടി വലിയ ദോശയാക്കാമെന്ന് വിചാരിച്ചിട്ട് 3 കയ്യിൽ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ വലിയ ദോശ തന്നെ കിട്ടി. നമ്മൾ കയ്യിൽ ചെറുതാണ്. അപ്പോൾ അതിൽ 3 കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ വലിയ ദോശ കിട്ടിട്ടോ. അങ്ങനെ ദോശ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിലേക്ക് ചട്നി ഇട്ട് ഉണ്ടാക്കണത് കറിയായിട്ട്. കടലയും പയറൊക്കെ കൊണ്ടുവന്ന പോലെ അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഉണ്ടാക്കിയാൽ ഇവർക്കാർക്കും പറ്റൂല. ഒന്നെങ്കിൽ ചട്നി, അല്ലെങ്കിൽ ചിക്കൻ കറി, അല്ലെങ്കിൽ മുട്ടക്കറി, അങ്ങനെയൊക്കെ കേട്ടോ എൻ്റെ മക്കൾക്ക് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് കൂടുതലും ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ചട്നി ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി എപ്പോഴേലൊക്കെ കടലയും പയറൊക്കെ ഉണ്ടാക്കണം. എന്നിട്ട് അറിയാത്ത രീതിയിൽ കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അത് വേവിച്ചിട്ട് അരച്ചിട്ട് കറി ഉണ്ടാക്കിയാൽ എനിക്ക് മനസ്സിലാവില്ലല്ലോ. അങ്ങനെയൊക്കെ ചെയ്യണം. അങ്ങനെ ഞാൻ കറക്റ്റ് 10 അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും 3 അല്ലെങ്കിൽ 2 വീതം എടുക്കാൻ വേണ്ടി മാത്രം. ബാക്കി മാവ് ഫ്രിഡ്ജിക്ക് വെക്കുകയാണ്. നാളെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ദോശ തന്നെ ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ ഇതിൽ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് പൊട്ടിച്ചു, അതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തു. കറിവേപ്പില ഇട്ടിട്ടില്ല കേട്ടോ. കറിവേപ്പില പുറത്ത് പോയി എടുക്കാൻ പഠിച്ചിട്ട് അങ്ങനെ നിന്നതാണ്. പിന്നെ ഉച്ചക്ക് മത്തി പൊരിച്ചു. മത്തിയുടെ പഞ്ഞി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പൊരിച്ചു. ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ആകെ കേടങ്ങോട്ടോ. കയ്യിലൊക്കെ ഇട്ട് കുത്തിമറിച്ചിട്ട് ഹോളായിട്ടുണ്ട്. ഇനി പുതിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാന് മേടിക്കണം.
പിന്നെ അതാ ചെറിയ കുട്ടികളും ഉണ്ട് കേട്ടോ, അതും പൊരിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനും എൻ്റെ അയൽവാസിയും കൂടി കടയിൽ പോയിട്ടോ, തുണിക്കടയിൽ നമ്മളുടെ പീക്ക് സ്റ്റുഡിയോ ഉണ്ടല്ലോ അവിടെ വിറ്റ് ഒഴിവാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് ഏത് മെറ്റീരിയൽ എടുത്താലും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരും ഫ്രീ ആയിട്ട്. മെറ്റീരിയലിൻ്റെ പൈസ മാത്രം നമ്മൾ കൊടുത്താൽ മതി, സ്റ്റിച്ചിങ്ങിന് പൈസ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഉണ്ട്, നല്ല പാർട്ടി വെയറൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ വിചാരിച്ച കളർ കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്, ആ കല്യാണത്തിന് ഡ്രസ് കോഡാണ്. അപ്പോൾ ആ കളറിൽ ഞങ്ങൾക്ക് പറ്റിയ മോഡൽ കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല കേട്ടോ. 800 മുതലാണ് ഇവിടെ സ്റ്റാർട്ടിങ്, പിന്നെ 1000, 2000, 3000 വരെയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം നല്ല ഐറ്റംസാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങാതെ തിരിച്ചു പോന്നു. പിന്നെ പരാഗിൽ കയറിയിട്ട് തുണി എടുത്തു കേട്ടോ അടിക്കാൻ. എൻ്റെ അയൽവാസി ഉണ്ടല്ലോ, ഓളെ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ഓൾക്ക് വേണ്ടിയിട്ട് പിന്നെ ബട്ടൺ ഹൗസ് കയറിയതാട്ടോ. വെൽവെറ്റിൻ്റെ തുണി എടുത്തിട്ടുണ്ടായിരുന്നു, അത് മോള് എന്തൊക്കെ ഡിസൈൻ ചെയ്യാൻ ബട്ടൺ ഹൗസ് കയറിയിട്ട് കുറേ ലേസും സ്റ്റോണൊക്കെ വാങ്ങിയിട്ടോ. എനിക്ക് അതിനെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഞാനൊന്നും മേടിച്ചില്ല. സിമ്പിളായിട്ടുള്ളതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യും, പക്ഷേ ഇതുപോലെയൊന്നും ചെയ്യാറില്ല കേട്ടോ. എപ്പോഴേലും എന്തെങ്കിലുമൊക്കെ എനിക്കുള്ളതൊക്കെ അടിക്കലുണ്ട്, പുറത്തേക്കൊന്നും അടിച്ചു കൊടുക്കൂല. പിന്നെ ഓള് എല്ലാതും സ്റ്റിച്ച് ചെയ്യും, അതുകൊണ്ട് ഓള് മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ സ്റ്റാൻഡിൽ ഒരു കട ഉണ്ടായിരുന്നു, അവിടെ കയറിയിട്ട് ഷവർമയും പിന്നെ അവിൽ മിൽക്കും കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഷവർമ, അവിൽ മിൽക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.